സച്ചിയുടെ ഫോൺ. സച്ചി ഇവിടെ എവിടെയോ ഉണ്ട്. എന്തോ അപകടം പറ്റിയിട്ടുണ്ട് ബിജുകുട്ടാ. സച്ചി 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 വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ലല്ലോ. എന്താ? ഞങ്ങൾ വരുമ്പോ ഒരുമിച്ച് അവിടെ പോയിരിക്കാറ്. അവിടെയോ? അതൊരു സൂയിസൈഡ് പോയിന്റാ. ഈ അടുത്ത ഒരാള് അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അർച്ചന എന്നെ മറന്ന അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് സച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ, വക്കീലേ. സച്ചി 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 എടാ സച്ചി 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 ബിജുകുട്ടാ, സച്ചിയുടെ ചെരുപ്പ്. ബിജുകുട്ടാ, ഇത് സച്ചിയുടെ ചെരുപ്പ്. അയ്യോ സച്ചി 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 ഇവിടുന്ന് ചാടിയ 3-ാം ദിവസം മുതലപ്പുഴയിലെ ബോഡി വന്നു. സച്ചി നമുക്ക് താഴേക്ക് പോവാം. അവിടെ ആളുകളുണ്ടാവും. ചിലപ്പോ കോസ്റ്റ് ഗാർഡ് കാണും. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. എന്റെ ശരീരം തളരുന്നു. എന്നാലും സച്ചി എന്തിനെ കടുങ്ങ ചെയ്ത്? വക്കീലെ വാ, നമുക്ക് പോവാം. വാ, എണീക്ക്. വക്കീലെ എണീക്ക്. വാ. ആരാ അത്? ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? ഈ സമയത്ത് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത്? സാറേ, ഞങ്ങളൊരാളെ അന്വേഷിച്ചു വന്നതാ. ഈ കാറിൽ വന്ന ആളെയാണോ നിങ്ങൾ അന്വേഷിച്ചു വന്നത്? അതെ സാർ, സച്ചി എന്ന പേര്. ഇവിടെ എങ്ങാനും കണ്ടോ? നിങ്ങളുടെ ആരാ അത്? എന്റെ ഫ്രണ്ടാ. കുറച്ചു മുമ്പ് ഈ കാറിൽ വന്നയാൾ ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് കടലിലേക്ക് എടുത്ത് ചാടി.